ഹായ് ഓൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ആർത്തവങ്ങൾക്കിടയിൽ 28 ദിവസത്തെ ഡിഫറൻസ് ഉണ്ടാവാം. എന്നാൽ ചിലർക്കത് 23 മുതൽ ചിലർക്ക് 35 വരെ ദിവസങ്ങൾ വരെ അത് പോകാം. എന്നാൽ ചില ആളുകളിൽ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയുന്ന ആർത്തവങ്ങൾക്കിടയിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് ഒക്കെ കാണിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളുമുണ്ട്. ചില കുട്ടികളിൽ മെനാർക്കെ സമയത്ത് ആദ്യമായിട്ട് മെൻസസ് ആവുന്ന സമയത്ത് ചിലർക്ക് ഇതുപോലെ കാണിക്കും. 2 ആഴ്ച കൂടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഉണ്ടാവാം. ഈ ഒരു ഡിഫറൻസ് അവർക്ക് 1 വർഷം മുതൽ 1.5 വർഷം വരെ എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് സൈക്കിൾ കറക്റ്റായിട്ട് വരും. അതേപോലെ ചില ആളുകളിൽ ഈ മെനോപോസൽ സമയത്ത് 45 മുതൽ 55 വരെ വയസ്സുള്ള ആളുകളിൽ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ സ്പോട്ടിങ് ഉണ്ടാവും, ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് ആ ഒരു സൈക്കിൾ കറക്റ്റ് ഫോളോ ചെയ്യണമെന്നില്ല. ഈ അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് അഡോളസൻസ് കുട്ടികളിൽ, കൗമാരപ്രായക്കാർക്ക് ചില കുട്ടികളിൽ ഈ ഒരു പ്രശ്നം അവർക്ക് തൈറോയിഡ് കംപ്ലൈൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ക്ലോട്ടിങ് ഫാക്ടേഴ്സിൻ്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും അനീമിയ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ കാരണം മനസ്സിലാവും. എന്നാൽ ചില ആളുകളിൽ ഈ ഓവുലേറ്ററി ടൈമിൽ, അതായത് അണ്ടർ റിലീസ് ചെയ്യുന്ന ടൈമിൽ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് ചിലർക്ക് സ്പോട്ടിംഗ് ആയിട്ട് കാണാൻ പറ്റും. ബട്ട് ചില കേസുകളിൽ നമുക്ക് ഈ ഒരു ബ്ലീഡിങ് എന്തെങ്കിലും ഗർഭാശയ മുഖത്തെ, അതായത് സെർവിക്സിൻ്റെ അവിടെയുള്ള എന്തെങ്കിലും പോളിപ്പ്, ദശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈബ്രോയിഡ് മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ ടൈപ്പ് എന്തെങ്കിലും ഒരു മുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും ഈ ഒരു ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെ കോൺട്രാസെപ്റ്റീവ്സ്, അതായത് എന്തെങ്കിലും ഗർഭനിരോധന മാർഗങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഹോർമോണൽ ചേഞ്ച് ആയിട്ട് അവർക്ക് ചിലർക്ക് മാത്രം ഈ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ഒരു ഗൈനക്കോളജി ഡോക്ടറെ അടുത്ത് പോയിട്ട് കറക്റ്റ് എക്സാമിനേഷൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കറക്റ്റ് അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുക. കറക്റ്റായിട്ടൊരു ഡോക്ടറുടെ ഒരു അഡ്വൈസ് പ്രകാരം അതിന് കറക്റ്റ് മെഡിക്കേഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും